ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാൻസ് ബ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് പക്കോട വളരെ സ്പെഷ്യലാണ്. ഒരുപാട് പക്കോടസ് നമ്മൾ കാണലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. ചോപ്പ് ചെയ്ത് വെച്ച ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ചോപ്പ് ചെയ്ത് വെച്ച ഒരു സവാള, അല്പം മല്ലിയില, കറിവേപ്പില, ഒരു 4 പച്ചമുളക്. എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. 4 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി വേണം. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ്, സവാള, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഇതിനാവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കടലമാവും അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഓരോരോ ബാച്ചസ് ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഓരോ ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് പക്കോട വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് ഒരു റെസിപ്പി കൂടിയാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്. വറുത്ത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മിക്സും കൂടിയും ഇതുപോലെ ഓരോ ബാച്ചസായി ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് പക്കോട റെഡി ആയിട്ടുണ്ട്. മുഴുവൻ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പീസായി വരുന്നത് വരെ ബൈ ബൈ.